ഹലോ ഗൈസ്, അത് ആഫ്രിക്കൻ കപ്പ് ആഫ്കോൺ ഇപ്പോൾ മൊറോക്കോയിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടമൊക്കെ നിലവിൽ കഴിഞ്ഞു. റൗണ്ട് ഓഫ് 16 ഫിക്സറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ട് ഓഫ് 16 ആയിട്ടൊരു വീഡിയോ ചെയ്യാതെ വിചാരിച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരുപാട് എപ്പോഴും കൺഫ്യൂഷൻസ് ഉള്ളൊരു ഇതായിരിക്കും. അതിപ്പോൾ വേൾഡ് കപ്പ് ആണെങ്കിലും യൂറോ ആണെങ്കിലും കോപ്പ ആണെങ്കിലും ആ ഗ്രൂപ്പ് ഘട്ടം കഴിഞ്ഞാലാണ് നമുക്ക് ടീമുകളൊക്കെ ഏത് ലെവലിലേക്ക് പോകും നമുക്ക് ഇത്തിരി ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തവണ മൊറോക്കോയിൽ വെച്ച് നടക്കണു. പിന്നെ മൊറോക്കോ തന്നെ നേടുമെന്നാണ് കൂടുതൽ പ്രോബബിലിറ്റീസ് പറയുന്നത്. അൾജീരിയ, നൈജീരിയ, ഐവറി കോസ്റ്റ്, ഈജിപ്ത് എന്നാണ് അടുത്ത ലെവലിലേക്ക് വന്നത്. എന്നാലും കൂടുതലും മൊറോക്കോ തന്നെ നേടുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞൊരു ആഫ്കോൺ കപ്പ് തൊട്ട് ആണ് ഈ ഒരു ആഫ്രിക്കൻ കപ്പ് ഫോളോ ചെയ്ത് തുടങ്ങിയിരുന്നത്. ഒരുവിധം കളികളൊക്കെ കഴിഞ്ഞ തവണ കണ്ടിരുന്നു. ഒരു ഐവറി കോസ്റ്റ് വെച്ചിട്ടായിരുന്നു മത്സരങ്ങൾ നടന്നത്. ഐവറി കോസ്റ്റ് തന്നെയായിരുന്നു ചാമ്പ്യന്മാർ. പക്ഷെ അവരുടെ ആ ഒരു ടൂർണമെൻറ്റിലെ സ്റ്റാർട്ടിങ് ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ മൂന്നാമതായിട്ടാണ് റൗണ്ട് ഓഫ് 16 കടന്നത്. സ്വന്തം രാജ്യത്ത് വെച്ച് നടക്കുന്ന മത്സരത്തിൽ അവർ മൂന്നാമതായപ്പോൾ തന്നെ അവരുടെ ഫാൻസൊക്കെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അതുപോലെ അവരുടെ കോച്ചിനെ പുറത്താക്കി. പിന്നെ ദിദിയൻ ദ്രോഗ്ബ, അവരുടെ മുൻ താരമൊക്കെ വന്ന് ഒരുപാട് ടീമിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. എന്നിട്ട് പിന്നെ എല്ലാ മത്സരങ്ങളും അവർ ജയിച്ച് ഫൈനലിൽ നൈജീരിയനെ തോൽപ്പിച്ചിട്ടാണ് 2-1 90 മിനിറ്റിൽ തന്നെ കളി ജയിച്ച് അവർ ആ ചാമ്പ്യൻഷിപ്പ് അടിച്ചു. അപ്പോൾ ഈ ഒരു മൊറോക്കോയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ മൊറോക്കോ തന്നെ ജയിക്കുമെന്നാണ് എൻ്റെയും പ്രഡിക്ഷൻ. കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെ പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മൊറോക്കോ ഒരു ഫുട്ബോൾ തലത്തിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടാണ് പോർച്ചുഗലിനെയൊക്കെ തോൽപ്പിച്ച് അവർ സെമി വരെ എത്തി. പിന്നെ ഇപ്പോൾ അവർ തുടർച്ചയായിട്ട് ഇപ്പോൾ ഫിഫ റാങ്കിങ് പുതുക്കി വന്നപ്പോൾ അവർ 11-മോ 13-മോ ആയിട്ട് അവർ മുന്നിലോട്ട് കയറി വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ഫുട്ബോളിൻ്റെ ഇതിൽ വേൾഡ് കപ്പ് അണ്ടർ-17 നടന്നപ്പോൾ അവരായിരുന്നു ചാമ്പ്യന്മാർ. അർജൻറ്റീനയെ തോൽപ്പിച്ചിട്ടാണ് അവർ ആ കപ്പടിച്ചത്. അതുപോലെ ഇപ്പോൾ അറബ് കപ്പ് നടന്നു. അറബ് കപ്പിലും അവർ ഫൈനലിൽ ജയിച്ചു വന്നു. അതും അവരൊരു സെക്കൻഡ് ടീമിനെ ഇറക്കിയിട്ടായിരുന്നു. മെയിൻ പ്ലെയേഴ്സൊന്നും ഇല്ലാണ്ട് വന്നിട്ട് പോലും അവർ ആ ഒരു അറബ് കപ്പ് അടിച്ചു. കുറച്ച് ദിവസം മുമ്പ് ടോണി ക്രൂസ് ആരാണ് ഈ ഒരു വേൾഡ് കപ്പ് 2026 അടിക്കാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ അതിലും ഈ മൊറോക്കോ ലിസ്റ്റ് പറഞ്ഞു ആള്. അതായത് സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗലിൻ്റെ കൂടെ പറഞ്ഞൊരു പേരായിരുന്നു മൊറോക്കോ. റൗണ്ട് ഓഫ് 16 ഒരു പ്രഡിക്ഷനാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ മാലി, ടുണീഷ്യ, അതിൽ മാലി ജയിച്ചു വരും. സെനഗൽ, സുഡാൻ, സെനഗൽ എന്തായാലും ജയിക്കും. ഈജിപ്ത്, ബെനീൻ, ഈജിപ്ത് ജയിച്ചു പോരും. പിന്നെ ഈ ഒരു റൗണ്ട് ഓഫ് 16 ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു മത്സരമാണ് ഐവറി കോസ്റ്റും ബുർക്കിനോ. അതിൽ ഐവറി കോസ്റ്റ് ജയിച്ചു വരും. അൾജീരിയ, കോങ്കോ, അൾജീരിയ ജയിച്ചു വരും. പിന്നെ നൈജീരിയ, മൊസംബിക്, നൈജീരിയ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് കുറേ നല്ല പ്ലെയേഴ്സായിട്ടൊക്കെ ക്ലബ്ബ് ലെവലിലൊക്കെ കളിക്കുന്ന നല്ല പ്ലെയേഴ്സായിട്ട് വരാറുണ്ട്. പക്ഷേ ലാസ്റ്റ് ഘട്ടങ്ങളിലൊക്കെ അടിപതറാറുണ്ട്. ഇത്തവണ നൈജീരിയ കടന്നു വരും. അതുപോലെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൈറ്റ് മത്സരമായിട്ട് വരാൻ പോകുന്നതാണ് സൗത്ത് ആഫ്രിക്ക, ക്യാമറൂൺ ഇതുപോലെ നല്ല പ്ലെയേഴ്സായിട്ട് വരാറുണ്ട്. പക്ഷെ അവർ അങ്ങോട്ട് എത്തിപ്പെടാറില്ല. അതുപോലെ ഇത്തവണയും അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. സൗത്ത് ആഫ്രിക്ക ക്യാമറൂണിനെ തോൽപ്പിച്ച് ക്വാർട്ടർ ഫൈനലിലേക്ക് കിടക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. അതുപോലെ മൊറോക്കോ, താൻസാനിയ, മൊറോക്കോ ജയിക്കും. അപ്പോൾ ഈ റൗണ്ട് ഓഫ് 16 പ്രഡിക്ഷൻ എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ക്വാർട്ടർ ഫൈനലിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ താങ്ക് യു.